പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷാ ഇനത്തിൽ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ടൈം ടേബിൾ നേരത്തെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷേ വിട്ടുപോയതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2014, 2015, 2016 വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലും സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ പ്രൈവറ്റായും രജിസ്റ്റർ ചെയ്തിരുന്ന BA, BSc, BCom, BA, അഫ്സൽ ഉലുമ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിഗ്രി കോഴ്സുകളുടെ 5ാമത്തെ പരീക്ഷയുടെ ടൈം ടേബിളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ 2014, 2015, 2016 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടേതും അതോടൊപ്പം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളുടേതുമായിട്ടുള്ള BA, BSSC, BMMC, BA, അഫ്സൽ ഉലുമ തുടങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ ജനുവരി 30 ആരംഭിക്കും. അതേസമയം BCom, BBA, BCom പ്രൊഫഷണൽ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ ഫെബ്രുവരി 15 ആരംഭിക്കുന്നത്. BA, BSc, BMMC തുടങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ പരീക്ഷ ജനുവരി 30 BCom, BBA തുടങ്ങിയിട്ടുള്ളവരുടെ പരീക്ഷ ഫെബ്രുവരി 15 ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, 5ാമത്തെ സെമസ്റ്ററിൽ ഓപ്പൺ കോഴ്സ് എന്ന പേരിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഓപ്പൺ കോഴ്സ് എല്ലാ സബ്ജക്റ്റ് എടുത്തിട്ടുള്ള ആളുകൾക്കും, BCom ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, മറ്റേത് കോഴ്സുകൾ എടുത്തിട്ടുള്ള ആളുകൾക്കും അത് കോമൺ പേപ്പറായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ കോഴ്സിൻ്റെ പരീക്ഷ ഫെബ്രുവരി 14, 17 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ BA കാരാണെങ്കിലും BSc കാരാണെങ്കിലും BA അഫ്സൽ ഉലുമക്കാരാണെങ്കിലും BMMC കാരാണെങ്കിലും BCom കാരാണെങ്കിലും BBA കാരാണെങ്കിലും അവരുടെ ഓപ്പൺ കോഴ്സിൻ്റെ പരീക്ഷ ഫെബ്രുവരി 14 17 നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, BA, BSc കാരുടെ പരീക്ഷ ജനുവരി 30 ആരംഭിക്കും. BCom, BBA കാരുടേത് ഫെബ്രുവരി 15 ആരംഭിക്കും. ഇവരുടെയൊക്കെ BSc കാരാണെങ്കിലും BA കാരാണെങ്കിലും BA അഫ്സൽ ഉലുമക്കാരാണെങ്കിലും BMMC ആണെങ്കിലും BCom ആണെങ്കിലും BBA ആണെങ്കിലും അവരുടെയൊക്കെ ഓപ്പൺ കോഴ്സ് ഫെബ്രുവരി 14 17 നടക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. കഴിഞ്ഞ ദിവസം സെമസ്റ്റർ പരീക്ഷ നടന്ന സമയത്ത് കുറച്ച് കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ടൈം ടേബിൾ പരസ്പരം മാറിപ്പോയതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ 2-3 കുട്ടികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോകരുത്. നിങ്ങൾ കൃത്യമായി ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പരീക്ഷാ പേപ്പറുകൾ ഏത് ദിവസമാണ് എന്ന് കൃത്യമായി ഓർത്തു വെച്ച് അന്ന് പരീക്ഷയ്ക്ക് പോകണം. കാരണം ഇത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം വരുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് ടൈം ടേബിൾ അറിയാതെ പോയി അല്ലെങ്കിൽ ഡേറ്റ് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സില്ലി ആയിട്ടുള്ള മാറ്ററിൻ്റെ പേരിൽ പരീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരിക്കലും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ടൈം ടേബിൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് എഴുതാനുള്ളത് എന്നും പ്രത്യേകമായി നേരത്തെ തന്നെ കണ്ടുവയ്ക്കുക. ഓക്കെ, ടൈം ടേബിൾ കിട്ടാതെ പോയതിൻ്റെ ഫലമായിട്ടോ സബ്ജക്റ്റ് ഡേറ്റ് മാറിപ്പോയതിൻ്റെ ഫലമായിട്ടോ ഒന്നും പരീക്ഷ എഴുതാതെ പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷയുടെ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്, വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പരീക്ഷ ഉച്ചയ്ക്ക് 1:30 മുതൽ 4:30 വരെയാണ് സാധാരണ ദിവസങ്ങളിൽ. വെള്ളിയാഴ്ചകളിൽ മാത്രം 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും. പരീക്ഷാ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അവിടെയുമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 പരീക്ഷാ കേന്ദ്രത്തെയും കാണും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഴുതാനുള്ള പേപ്പർ ഏത് ദിവസമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പേപ്പറിന് നേരെ നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന കേന്ദ്രത്തിൻ്റെ പേരുണ്ടാവും. അവിടെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. അല്ലാതെ ഹോൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ പേര് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് പോകരുത്. കാരണം ഹോൾ ടിക്കറ്റിൽ 2 പരീക്ഷാ കേന്ദ്രം കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് ടാഗോർ നികേതനാണ്, മറ്റൊന്ന് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ 2 സെൻറ്ററിൻ്റെയും കൊടുത്തിട്ടുണ്ടാവും ചിലരുടെ ഹോൾ ടിക്കറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. പകരം നിങ്ങളുടെ ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിന്, നിങ്ങൾക്ക് എഴുതാനുള്ള സബ്ജക്റ്റിന് നേരെ ഏത് സെൻറ്ററിൻ്റെ പേരാണോ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. ഓക്കെ.